കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സമുദായ സംഘടനകൾക്ക് എന്നും നിർണായക സ്വാധീനമുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ ഉടലെടുത്ത പരസ്യമായ വാക്പോര് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് കേരളത്തിലെ വരാനിരിക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെ വലിയൊരു സൂചനയാണ്. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് NSS മുൻ നേതാവ് മുരാരി ബാബു അറസ്റ്റിലായ പശ്ചാത്തലത്തിലും സുകുമാരൻ നായർ തന്റെ വിമർശനങ്ങൾ VD സതീശനെതിരെ കേന്ദ്രീകരിക്കുന്നത് രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. NSS കാലങ്ങളായി പിന്തുടരുന്നു പോരുന്ന സമദൂര സിദ്ധാന്തം ഉപേക്ഷിക്കുകയാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന പ്രസ്താവനകളാണ് സുകുമാരൻ നായരിൽ നിന്നും ഉണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അദ്ദേഹം നടത്തുന്ന കടന്നാക്രമണം കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. സമുദായ സംഘടനകളുടെ തിണ്ണനിരങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച സതീശൻ സഭ സിനഡ് യോഗത്തിൽ പങ്കെടുത്തതിനെ തിണ്ണനിറങ്ങലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സുകുമാരൻ നായർ പരിഹസിച്ചു. സമുദായങ്ങളോട് ഇത്രയും പുച്ഛത്തോടെ സംസാരിക്കുന്ന മറ്റൊരു നേതാവ് കേരളത്തിൽ ഇല്ലെന്നും വർഗീയതയെക്കുറിച്ച് സംസാരിക്കാൻ സതീശന് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നും അദ്ദേഹം ചോദ്യം ചെയ്തു. കോൺഗ്രസ് നേതൃത്വം സതീശനെ അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന് ആരോപിച്ച അദ്ദേഹം ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ കനത്ത പരാജയത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പും നൽകി. കോൺഗ്രസിനുള്ളിലെ നേതൃത്വ തർക്കങ്ങളിലേക്കും സുകുമാരൻ നായർ വിരൽ ചൂണ്ടുന്നു. മുഖ്യമന്ത്രിയാകാൻ നിലവിലെ കോൺഗ്രസ് നിരയിൽ ആർക്കും യോഗ്യതയില്ലെന്നും രമേശ് ചെന്നിത്തലയ്ക്കുള്ള യോഗ്യത മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു.